ഹലോ, ലോകമെമ്പാടുമായി ഒരുപാട് സീരീസുകൾ പുറത്തു വരുന്നുണ്ടല്ലേ. പക്ഷേ ഇതൊന്നും കാണാൻ സമയം ലഭിക്കുന്നില്ല എന്നതാണ് സത്യമായ വസ്തുത. അത്തരത്തിൽ ഇന്നേ വരെ പുറത്തിറങ്ങിയതിൽ വെച്ച് ട്വിസ്റ്റുകൾ കൊണ്ടും അതുപോലെ ത്രില്ലറുകൾ കൊണ്ടും അമ്മാനമാടുന്ന കുറച്ച് സീരീസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാൻ പോകുന്നത്. ഈ പറയാൻ പോകുന്ന എല്ലാ സീരീസുകളുടെയും മലയാള സബ് ടൈറ്റിൽ എംസോൺ എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇൻട്രോ തന്നെ ലേഖടിപ്പിച്ച് അങ്ങ് കൊല്ലുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ ഭാഗത്തിലെ ഒന്നാമത്തെ സീരീസ് സ്ക്വിഡ് ഗെയിം, മൈനിയം തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സീരീസുകൾക്ക് ശേഷം നെറ്റ്ഫ്ലിക്സിന്റെ ബാനറിൽ 2022 പുറത്തിറങ്ങിയ കൊറിയൻ സോംബി സർവൈവൽ ത്രില്ലറാണ് ഓൾ ഓഫ് അസ് ആർ ഡെഡ്. പതിവ് സോംബി സിനിമ സീരീസുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി ഒരു കൂട്ടം സ്കൂൾ വിദ്യാർത്ഥികളുടെ അതിജീവന കഥയിലൂടെയാണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. സീരീസിന്റെ കഥ ഇത്രയേ ഉള്ളൂ. ഒരു സാധാരണ സ്കൂൾ ദിവസം, എല്ലാം പഴയതുപോലെ. അങ്ങനെയിരിക്കെ സ്കൂളിലെ സയൻസ് ലാബിലെ പരീക്ഷണ വസ്തുവായ ഒരു എലിയിൽ നിന്നും ആ വൈറസ് പടരുകയും സ്കൂളിലെ ആഗമനം വൈറസ് ബാധ പടർന്നു പിടിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ആ വൈറസ് ഉണ്ടായത്? ഇതിൽ നിന്നും സ്കൂൾ വിദ്യാർത്ഥികൾ അതിജീവിക്കുമോ? തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പിന്നീട് അങ്ങോട്ട് സീരീസ് പറഞ്ഞു പോകുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളുടെ കഥയായതുകൊണ്ട് തന്നെ അഡൾട്ട് രംഗങ്ങൾ കുറവാണെങ്കിൽ പോലും അതിതീവ്ര വയലൻസും ചോരക്കളിയും സീരീസിനെ 18+ ആക്കുന്നു. 1 മണിക്കൂർ മുതൽ 1.25 മണിക്കൂർ വരെയുള്ള 12 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിനുള്ളത് എന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. സെക്സ് ഇതാണ് നമ്മുടെ ഇന്ത്യ. ഈ വാക്ക് കേട്ടാൽ ഭയങ്കര നാണവും വെറുപ്പുമാണ്. പക്ഷേ പ്രാക്ടിക്കലായി ചെയ്യാൻ യാതൊരുവിധ മടിയുമില്ല, ആഘാതം മാത്രമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് 2019 നെറ്റ്ഫ്ലിക്സിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് സീരീസ് ആണ് സെക്സ് എഡ്യൂക്കേഷൻ. 4 സീസണുകളിലായി പുറത്തു വന്ന ഈ ഒരു സീരീസിന്റെ വളരെ ചെറിയൊരു പ്ലോട്ട് പറഞ്ഞു തരാം. സെക്സ് തെറാപ്പിസ്റ്റ് ആയ തന്റെ അമ്മയുടെ പാത പിന്തുടർന്നു പോകുന്ന ഓട്ടിസ് എന്ന കൗമാരക്കാരനെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ ഓട്ടിസും മേവും ചേർന്ന് സ്കൂളിലെ മറ്റ് സഹപാഠികളുടെ ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സ്കൂളിൽ ഒരു രഹസ്യ ക്ലിനിക് രൂപീകരിക്കുന്നു. തുടർന്ന് നടക്കുന്ന കോമഡിയും അതുപോലെ മറ്റ് അഡൾട്ട് രംഗങ്ങളിലൂടെയും സീരീസ് മുന്നോട്ട് പോകുന്നു. ഇതുവരെ 4 സീസണുകളാണ് ഈ ഒരു സീരീസിന്റെ ഭാഗത്തു നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു സീരീസ് നിങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലെ ഏറ്റവും ഇഷ്ട കഥാപാത്രം ആരെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഏതായാലും എന്റെ ഫേവറേറ്റ് മേവാണ്. എടാ കള്ള ിൽ 1986 കൊറിയയിലുണ്ടായ ഹസോങ് എന്ന തുടർ കൊലപാതകത്തെ ആസ്പദമാക്കി 2017 റിലീസ് ചെയ്ത കൊറിയൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസാണ് ടണൽ. ഈ ഒരു ഹസോങ് എന്ന കൊലപാതക പരമ്പരയെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും കാണാൻ സാധ്യതയുള്ള ചിത്രമായ മെമ്മറീസ് ഓഫ് മേർഡർ. എനിവേ, നമ്മൾക്ക് സീരീസിലേക്ക് വരാം. ഒരു ഗ്രാമത്തിൽ സാധാരണ നിലയിൽ ഒരു കൊലപാതകം നടക്കുന്നു. യാതൊരുവിധ തെളിവും ബാക്കി വെക്കാതെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൊലപാതകം. കൊലയാളിയെ കണ്ടെത്താൻ പാടുപെടുന്ന ഘട്ടത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ഒഴിഞ്ഞ സ്ഥലത്തു നിന്ന് 18-നും 21-നും ഇടയിൽ പ്രായമുള്ള മറ്റൊരു പെൺകുട്ടി കൂടി മരണപ്പെടുന്നു. ആദ്യത്തേതുപോലെ തന്നെ ഒരു തെളിവും ബാക്കി വെക്കാതെയുള്ള കൊലപാതകം. അങ്ങനെയിരിക്കെ വീണ്ടും വീണ്ടും ഇത്തരം കൊലപാതകങ്ങൾ അരങ്ങേറുന്നു. കൊലയാളിയെപ്പറ്റി ഒരു തുമ്പ് പോലും ആർക്കും ലഭിക്കുന്നില്ല. ആ ഒരു സമയത്താണ് നമ്മുടെ കഥാനായകനായ പാർക്ക് ഹാങ്ങോയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുന്നത്. ആ കാര്യം എന്താണെന്ന് നിങ്ങൾ സീരീസ് കണ്ടു തന്നെ മനസ്സിലാക്കുക. എല്ലാം പറഞ്ഞാൽ പിന്നെ അതിന്റെ ത്രില്ലങ്ങ് പോയില്ലേ. 4ാമത്തെ സീരീസ് 2022 പുറത്തിറങ്ങിയ അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഹൊറർ സീരീസാണ് ഫ്രം. ഒറ്റ നോട്ടത്തിൽ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഒരു പ്രശ്നവും തോന്നാത്ത ഒരു ടൗൺ. ആ ടൗണിലൂടെ ഒരു പോലീസുകാരൻ ബെല്ലടിച്ച് നടന്നു പോകുന്നു. അദ്ദേഹത്തിന്റെ ബെല്ലടി കേട്ടിട്ട് ടൗണിലുള്ള എല്ലാവരും തങ്ങളുടെ വീടുകളിൽ കയറി കതകടച്ച് കുറ്റിയിടുന്നു. രാത്രിയായാൽ ആ ടൗണിൽ നിന്നും ആരും പുറത്തിറങ്ങത്തില്ല. ഇറങ്ങിയാൽ അവർ മരിക്കും. ഇങ്ങനെയുള്ള ഒരു ടൗണിൽ അവരെന്തിനാണ് ജീവിക്കുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? പറഞ്ഞു തരാം. ഒരിക്കൽ അവിടെ എത്തിപ്പെട്ടാൽ പിന്നെ ആർക്കും ആ ടൗണിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുന്നതല്ല. ഇനി ആ ടൗണിലെ റോഡിലൂടെ പോയാൽ തന്നെയും ഒടുക്കം കറങ്ങി തിരിഞ്ഞെത്തുന്നത് ആ സെയിം ടൗണിൽ തന്നെയായിരിക്കും. അങ്ങനെയിരിക്കെ ഈ ഒരു ടൗണിൽ പുതുതായി ഒരു കുടുംബം വരുന്നതും പിന്നീട് അവിടെ നടക്കുന്ന സംഭവബഹുലമായ കാര്യങ്ങളാണ് സീരീസ് പറഞ്ഞു പോകുന്നത്. 10 എപ്പിസോഡുകളുള്ള 3 സീസണുകളാണ് ഈ ഒരു സീരീസിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ പുറത്തിറങ്ങിയിരിക്കുന്നത്. You don't look like my grandma. She's not your grandma. I'm so lonely. Baby, please just... Maybe I can come in.
പൊതുവെ ട്വിസ്റ്റുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു ഫിലിം ഇൻഡസ്ട്രിയാണ് കൊറിയൻ ഫിലിം ഇൻഡസ്ട്രി. അത്തരത്തിൽ 2023 ഡിസംബർ 4-ന് ഹാൻ സിനിമാസ് വഴി റിലീസ് ചെയ്ത മറ്റൊരു കൊറിയൻ ത്രില്ലർ ഡ്രാമയാണ് നൈറ്റ് ഹാസ് കം. കഥയിലേക്ക് വന്നാൽ സ്കൂൾ ട്രിപ്പിന് പോയി ഒരു അജ്ഞാത സ്ഥലത്തേക്ക് എത്തിപ്പെട്ട കുറച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ എല്ലാവരുടെയും മൊബൈലിൽ ഒരു ഗെയിം ലോഡ് ചെയ്യും. അതിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങാനോ ആ കോമ്പൗണ്ടിനുള്ളിൽ നിന്ന് അവർക്ക് വെളിയിലേക്ക് പോകാനോ സാധിക്കുന്നതല്ല. ഇനി അതിന് ശ്രമിച്ചു കഴിഞ്ഞ് അവർ സ്വയം ആത്മഹത്യ ചെയ്യും. തങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്, ആരാണ് ഈ ഒരു ഗെയിം ഉണ്ടാക്കിയത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടി നായകനും സംഘവും ഇറങ്ങിത്തിരിക്കുന്നു. എന്നാൽ അതത്ര എളുപ്പമുള്ളതായിരുന്നില്ല. തുടർന്ന് നടക്കുന്ന ത്രില്ലറായിട്ടുള്ള കുറച്ച് ഡെത്ത് ഗെയിമുകളും മറ്റു സംഭവവികാസങ്ങളിലൂടെയും സീരീസ് മുന്നോട്ട് സഞ്ചരിക്കുന്നു. സ്ക്വിഡ് ഗെയിം, ആലിസ് ഇൻ ബോർഡർലാൻഡ് പോലുള്ള സീരീസുകൾ ഇഷ്ടമുള്ളവർ എന്തായാലും ഈ ഒരു സീരീസ് ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഭാഗത്തിലെ അവസാന സീരീസ് ഒരു മലയാളം സീരീസ് ആണ്. പ്രവീൺ ചന്ദ്രന്റെ സംവിധാനത്തിൽ നിഖില വിമൽ, സണ്ണി വെയിൻ എന്നിങ്ങനെ ഒട്ടേറെ താരങ്ങൾ പ്രധാന വേഷത്തിലെത്തി ഹോട്ട്സ്റ്റാറിന്റെ ബാനറിൽ കഴിഞ്ഞ വർഷം, അതായത് 2024 പുറത്തിറങ്ങിയ മലയാളം സീരീസാണ് പേരില്ലൂർ പ്രീമിയർ ലീഗ്. കോഴി നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇതൊരു മലയാളം സീരീസ് ആയതുകൊണ്ട് തന്നെ സീരീസിന്റെ കഥയോ കാര്യങ്ങളോ അധികമായി പറഞ്ഞങ്ങ് നശിപ്പിക്കുന്നില്ല. ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ നടക്കുന്ന ചില രസകരമായ മുഹൂർത്തങ്ങൾ നമ്മുടെ മറ്റേ കുഞ്ഞിരാമായണ സിനിമയില്ലേ, അതുപോലെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൈബ് സാധനം. സീരീസ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.